നമ്മൾ ഇന്ന് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഹൗ ടു മേക്ക് ചിക്കൻ പെരട്ട് അറ്റ് ഹോം. ആദ്യം 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ടൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കാം. സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റുക. സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ചേർത്തതിന് ശേഷം വീണ്ടും വഴറ്റുക. നന്നായി വഴറ്റുക. കുറച്ച് സമയമെടുക്കും ഒന്ന് വഴണ്ട് വരാനായിട്ട്. അതുവരെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വഴറ്റുക. സവാളയിൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കൊടുക്കും കറിക്ക്. സവാള ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റാം. ഇത്രയും ചേർത്തൊന്ന് നന്നായി ഇളക്കണം. ചേർക്കാൻ പോകുന്ന ടൊമാറ്റോ ആണ്. ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലോട്ട് ചേർക്കുകയാണ്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ടൊമാറ്റോ നന്നായി തൊലി വിട്ട് വരുന്നത് വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ ഇട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് ഉണ്ടാവും. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇതിവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ അടപ്പം തുറന്നപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ഒക്കെ ഇപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. ഇവരുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഴിയുമ്പോൾ നമുക്കിനി ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ചിലർ ഈ കോക്കനട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അതിവിടെ ചേർത്തിട്ടില്ല. അത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച്, അത് ഓപ്ഷണലാണ്. അത് തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് വേണമെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ അത് ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഞാനത് ഇവിടെ ഇപ്പോൾ ചേർക്കുന്നില്ല. നമുക്കിനി ചിക്കൻ ചേർക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി വേണമെങ്കിലും കറിവേപ്പില കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ മണവും ടേസ്റ്റും ആയിരിക്കും.
കുറച്ച് കൂടെ കറിവേപ്പില ചേർക്കാം. ഇളക്കി ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആക്കുക. ഞാനിവിടെ ഉപ്പ് നോക്കാൻ പോവുകയാണ്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ്, ഗ്രേവി ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് നമുക്കതിൽ ഗ്രേവിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ വെള്ളവും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കാം. 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്നും കൂടെ നോക്കാം. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്ന് ഉപ്പ് നോക്കുകയാണ്. അപ്പോൾ വീണ്ടും കുറവാണ്. ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുകയാണ്. മിക്സ് ചെയ്ത് ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഞാനിതൊന്ന് ഇങ്ങനെ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോഴും നമ്മളെ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരും. അതുവരെ ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. അപ്പോൾ ഗ്രേവിയും തിക്കാവും, കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 10-15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് അടപ്പ് തുറന്നു നോക്കാം. ഇത് ഞാൻ സ്റ്റീൽ കടായിലാണ് ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഒന്നുകൂടെ തുറന്ന് ഇളക്കി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഇളക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരെ